ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. രാജസ്ഥാന് വീണ്ടും ഈ ലാസ്റ്റ് ഓവർ ത്രില്ലറുകളുടെ കാലമാണെന്ന് തോന്നി ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വീണ്ടും KKRനെതിരെ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. അവസാന സമയത്ത് മികച്ച രീതിയിൽ തന്നെയാണ് രാജസ്ഥാൻ ആ ഒരു ചേസിലേക്ക് പോയത്. സഡൻ വിക്കറ്റ് ലോസുകൾ ഉണ്ടായിട്ടും റിയാൻ പരാഗിന്റെ മികച്ച ഇന്നിംഗ്സ് ഒരു പരിധിവരെ ഒരു സ്കോർ ചേസ് ചെയ്തു എന്ന് ഉറപ്പിച്ച രീതിയിൽ നിന്നപ്പോഴാണ് അവിടെ വിക്കറ്റ് പോകുന്നത്. അതിനുശേഷം വരുന്ന ശുഭം ദുബെ കുറച്ച് ബോളുകൾ എടുക്കുന്നുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടി. പക്ഷേ ലാസ്റ്റ് ഓവറിൽ 22 റൺ എന്ന് പറയുന്നത് ചേസ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ലാത്തതെന്നാണ് ശുഭം ദുബെ 3 റൺ ലാസ്റ്റ് ബോളിൽ എന്ന രീതിയിൽ എത്തിച്ചത്. പക്ഷേ അവസാന സമയത്ത് ആ ഒരു ബോളിൽ കണക്ഷൻ ചെയ്യാവുന്നില്ല. അങ്ങനെ KKR ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്സരത്തിലെ വിജയം KKRന് ഭയങ്കര അനിവാര്യമാണ്. കാരണം അവർക്ക് ഈ ഒരു പോയിന്റ് ടേബിൾ നിലനിൽക്കണമെങ്കിൽ, അതായത് പ്ലേ ഓഫിലേക്ക് കടക്കുന്ന സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ വലിയൊരു വിജയം ആവശ്യമായിരുന്നു. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ തുടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിഡ് വേയിൽ, അതായത് 10 ഓവർ 12 ഓവർ എന്നുള്ള രീതിയിലേക്ക് നിന്ന് കഴിയുമ്പോഴത്തേക്കും അതും സ്കോറുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ അവസാന സമയത്ത് മൊത്തത്തിൽ കൂട്ടിച്ചേർത്ത് 206 റൺസ് അവിടെ KKRന് സ്വന്തമാക്കാൻ സാധിച്ചു. അതിലെടുത്ത് പറയേണ്ടതാണ് ആൻഡ്രെ റസലിന്റെയും അതോടൊപ്പം തന്നെ രഘുവംശിയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ. പിന്നെ റിങ്കു സിംഗിന്റെ ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ ഇത്രയും സ്കോർ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. 6 ബോൾ 19 റൺസുമായിട്ടാണ് റിങ്കു സിംഗ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. റസലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആക്ച്വലി റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. അത് ബോളേഴ്സിനെ ഷഫിൾ ചെയ്യുന്ന രീതി കുറച്ച് പൂറായിട്ടാണ് തോന്നുന്നത്. അതായത് 15 ഓവറിന് ശേഷം അത്രയും ടച്ചായി നിൽക്കുന്ന റസൽ അവിടെ ഉള്ളപ്പോൾ തീക്ഷണയെ പോലൊരു പ്ലെയറെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര മണ്ടൻ തീരുമാനമാണ്. പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശ് മിദ്വാൾ ഇന്ന് എടുത്തിട്ട് മേടിച്ചു, നല്ല രീതിയിൽ അടി മേടിച്ചു. പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ടതാണ് ആർച്ചറിന്റെ ആദ്യത്തെ 2 ഓവറുകളിലെ ബോളിംഗ് എന്ന് പറയുന്നത് 2.5 എക്കോണമിയിലാണ് ആർച്ചർ ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഡെത്ത് ഓവറിൽ ആർച്ചർ കിട്ടി. ഡെത്ത് ഓവറിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് രാജസ്ഥാന്റെ ഡെത്ത് ഓവറിൽ KKRന്റെ ബാറ്റേഴ്സ് കിടിലൻ പെർഫോമൻസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് 206 ഗോൾ ടോട്ടൽ അവിടെ കൊണ്ടുവന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഗുർബാസ് കുഴപ്പമില്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇട്ട് കൊടുത്തത്. രഹാനെ വന്നപ്പോൾ നല്ല ടച്ചിലാണെന്ന് തോന്നിയെങ്കിലും ഒരു ലോങ് റൺ രഹാനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യശസ്വി ജയ്സ്വാൾ ഒരു സൈഡിൽ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ബോളിൽ തന്നെ വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് പോകുന്നു. വളരെ ക്ലാസി ആയിട്ടൊരു ഷോട്ട് എടുത്തിട്ടാണ് വൈഭവ് അവിടെ ഔട്ട് ആവുന്നുണ്ടായിരുന്നു. ശേഷം വന്ന റിയാൻ പരാഗ് കുറച്ച് ബോളുകളൊന്ന് കളിച്ചു വെച്ചിട്ട് 16 അടി, മൊയിൻ അലിക്കിട്ട് 5 സിക്സും അതോടൊപ്പം തന്നെ നമ്മുടെ ആൾക്കിട്ട്, അതായത് വരുൺ ചക്രവർത്തിക്കിട്ട് ഒരു 6 കൂടെ. അങ്ങനെ ആ ഒരു റോയിൽ തന്നെ 6 സിക്സ് അടിച്ചിട്ടാണ് ഈ ഒരു ഗെയിം തിരിച്ചെടുക്കുന്നത്. അവിടെ മത്സരം തോറ്റു എന്ന് വിചാരിച്ച സമയത്താണ് റിയാൻ പരാഗിന്റെ ആ ഒരു ഇന്നിങ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സൈഡിൽ അവിടെ ഹെഡ്മെയർ നന്നായിട്ട് തന്നെ ഹോൾഡ് ഓൺ ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹെഡ്മെയർ കൂടി ആ ഒരു കുറച്ചുകൂടി ഇന്നിങ്സ് ലോങ് ആയിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ഈ ഒരു ഈസി ചേസ് ആയിട്ട് പോയേനെ ആ മത്സരം. പക്ഷേ ഹെഡ്മെയർ വാസ് സ്ട്രഗ്ലിംഗ് ടു മേക്ക് ബിഗ് ഷോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആയിരുന്ന ആൾ. അത് രാജസ്ഥാൻ നല്ല തിരിച്ചടേ. പിന്നെ അവസാന സമയത്ത് ശുഭം ദുബെയുടെ ആ ഒരു ഇന്നിങ്സ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ലാസ്റ്റ് ഓവറിൽ 22 റൺ എന്ന് പറയുന്നത് ഒരിക്കലും ചേസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം KKR ബോളേഴ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഇടത്തിൽ ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അവിടെ നിന്നാണ് ആ ഒരു ഗെയിം തിരിച്ചു പിടിക്കുന്നത്. ബൗൺസേഴ്സ് ട്രൈ ചെയ്ത് ലൂസ് ബോൾ ആയി പോകുന്നു, യോർക്കർ ട്രൈ ചെയ്യുന്ന 2 ഫുൾ ടോസ് ആയി പോകുന്നു. അവിടുത്തെ ശുഭം ദുബെ കളി തിരിച്ചു പിടിക്കുന്നു. പിന്നെ ആർച്ചർ ഒരു 8 ബോൾ നേരിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചുകൂടി ബോളുകൾ ശുഭം ദുബെക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ചിലപ്പം മത്സരത്തിന്റെ ഗതി ഒന്ന് മാറിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മത്സരം ഏറ്റവും ചേഞ്ച് ആയത് ബൗണ്ടറി ലൈനുകളുടെ റിങ്കു സിംഗിന്റെ ഫീൽഡിംഗ് എടുത്തു പറയണം. അപ്പോൾ ശുഭ ബൗണ്ടറി എന്ന് വിചാരിച്ചിടത്തുനിന്നാണ് റിങ്കു കുറച്ച് ബോളുകൾ പിടിച്ചിട്ടുള്ളത്. അതുപോലെ റസലും അതുപോലെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് KKRന്റെ ഫീൽഡിങ് പക്കയായിരുന്നു. അപ്പോൾ എന്തായാലും KKR അവരുടെ പോയിന്റ് ടേബിളിൽ പ്ലേ ഓഫ് സാധ്യത എന്നുള്ളത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് ലൈഫുണ്ട്. രാജസ്ഥാന്റെ കാര്യം നമുക്കറിയാമല്ലോ. രാജസ്ഥാൻ ഇനിയിപ്പം ഷഫിൾ ചെയ്ത് പരീക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് രാജസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ ചെയ്യാൻ പറ്റുന്നത്. എന്താല്ലേ, കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത, ഒരുപാട് പേര് കപ്പടിക്കണമെന്ന് ആഗ്രഹിച്ച രാജസ്ഥാൻ ടീം, അല്ലെങ്കിൽ മികച്ചതായിരുന്ന ഒരു ടീം, ഒരു മെഗാ ഓപ്ഷന് ശേഷം നേരെ പുറകോട്ട് പോകുന്ന ഒരു പെർഫോമൻസ് അടുത്ത സീസണിൽ എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തേക്കും. ബൈ ബൈ ഗൈസ്.